രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുറയുന്നു എന്ന ആശ്വാസകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായ വാർത്തകൾ. ഇസ്രായേൽ മാധ്യമങ്ങളും ഈ വാർത്തകൾ ശരിവെക്കുന്നു എന്നത് കൂടി കാണണം വിനോദ്. ഇസ്രായേൽ മാധ്യമങ്ങളും ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഏറ്റെടുത്തിരിക്കുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി പ്രഖ്യാപിക്കുകയാണ്. മാത്രവുമല്ല USS ജെറാൾഡ് ആർ ഫോൾഡ് അതിന്റെ നേരത്തെയുള്ള സ്ഥലത്തേക്ക് തിരിച്ചു പോയിരിക്കുന്നു, നേവൽ ബേസിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു തുടങ്ങിയ വാർത്തകളുണ്ട്. എന്തായാലും ആശ്വാസകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ കൂടി ഇത് അംഗീകരിക്കുന്നു എന്ന നിലയിലേക്ക് വരുന്നു. നേരത്തെ ട്രംപ് എപ്പോഴെങ്കിലും സമാധാനത്തിൻ്റെതായ ഒരു സിഗ്നൽ നൽകുമ്പോൾ അതിൽ കൂടുതൽ ആവേശത്തോടു കൂടി യുദ്ധത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ കൂടി ട്രംപിന്റെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഏറ്റെടുക്കുന്നു എന്നതാണ് കാണുന്നത്. നമുക്കറിയാം ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ ഇറാൻ ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. ഊർജ്ജ കേന്ദ്രങ്ങൾ ഇനി ആക്രമിക്കുകയാണെങ്കിൽ വെള്ളം കൂടി മുട്ടിക്കുമെന്ന ഭീഷണിയാണ് ഇറാൻ മുഴക്കിയിരുന്നത്. അതായത് ഗൾഫ് മേഖലയിലെ ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ശക്തമാക്കും എന്ന മുന്നറിയിപ്പായിരുന്നു ഇറാൻ നൽകിയിരുന്നത്. ഇതൊക്കെയും ഈ യുദ്ധം കടുക്കുന്നു എന്നതിന്റെ സൂചനകളായിരുന്നു. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ അല്ലെങ്കിൽ കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനകളായിരുന്നു. ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്ന ഈ 48 മണിക്കൂർ ഡെഡ് ലൈൻ അത് എങ്ങനെ മറികടന്നു പോയാൽ എന്താകും തിരിച്ചടി അല്ലെങ്കിൽ എന്താകും ട്രംപിന്റെ നീക്കം എന്നൊക്കെ എല്ലാവരും വലിയ ആശങ്കയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സമയമാണ്. അവിടെയാണ് വലിയ ഒരു ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നത്. ഇറാനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഇറാനുമായി അമേരിക്ക നടത്തിയ ചർച്ചകളെ തുടർന്നാണ്. അവരുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോഴും ഈ യുദ്ധത്തിൽ ട്രംപ് നിരുപാധിക കീഴടങ്ങൽ ഇറാന്റെ ഭാഗത്തു നിന്നും വേണം എന്നതായിരുന്നു ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. നിരുപാധികമായി ഇറാൻ കീഴടങ്ങണം എന്നതായിരുന്നു ട്രംപിന്റെ ആവശ്യം. അവിടേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ലോകക്രമമാകെ മാറിമറിയുന്നു. ലോകത്താകെ ഊർജ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾ അവരുടെ സുരക്ഷയെ കരുതി വലുതായി ആശങ്കപ്പെടുന്നു. വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇറാൻ പിന്നോട്ടില്ല എന്നതിന്റെ സൂചനകൾ നൽകുന്നു. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ആദ്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെ അലി ലാറിജാനി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും പിന്നോട്ടില്ല എന്നതിന്റെ സൂചനകൾ തന്നെ ഇറാൻ നൽകിക്കൊണ്ടിരുന്നു. അത് ഈ യുദ്ധം വളരെ അപകടകരമായ ഒരു നിരയിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനകളായിരുന്നുവെങ്കിൽ അവിടെയാണ് സമാധാനത്തിന്റെ സിഗ്നൽ കണ്ടു തുടങ്ങുന്നത്. ഇറാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ട്രംപ്. എങ്ങനെയൊക്കെ ചർച്ചകൾ നടന്നു, എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വെടിനിർത്തൽ? ഇത് ശാശ്വതമാകുമോ? ഈ വെടിനിർത്തൽ ഇറാൻ അംഗീകരിക്കുമോ? ഇസ്രായേൽ അംഗീകരിക്കുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും വലിയ ആശ്വാസമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം വിശുദ്ധ റമദാനിൽ ആ ദിവസങ്ങളിൽ പോലും ആക്രമണം നടന്നിരുന്നു. റമദാനിലെ ഏറ്റവും അവസാനത്തെ ദിവസം പെരുന്നാൾ ദിവസം, ചെറിയ പെരുന്നാൾ ദിവസം ആക്രമണം നടന്നിരുന്നു. അതൊക്കെയും പ്രതീക്ഷക്കെടുത്തുന്നതായിരുന്നുവെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ ഇപ്പോൾ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിന്റെ പ്രതിഫലനം ലോക വിപണിയിൽ കണ്ടു തുടങ്ങുന്നു. എണ്ണവില കുറയുന്നു. 10% എണ്ണവിലയിൽ കുറവ് വന്നിരിക്കുന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ എന്ന വിവരങ്ങളാണ് വരുന്നത്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇറാൻ ഈ ചർച്ചകളെ എങ്ങനെ കാണുന്നു? ഇറാന്റെ പ്രതികരണം എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി വരുന്നു. എന്തായാലും വെടിനിർത്തൽ വരുന്ന ഘട്ടത്തിൽ അത് പൂർണ്ണമായും തള്ളിക്കളയുക എന്നൊരു സമീപനം ഇറാൻ സ്വീകരിക്കില്ല എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ നഷ്ടപ്പെട്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ വരെ ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യം ഇറാനെ സംബന്ധിച്ചുമുണ്ട്. അപ്പോൾ ഇത് താൽക്കാലികം എന്ന് പറയുന്നുണ്ട് എങ്കിലും ചർച്ചകളിലൂടെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് തന്നെ പോകും എന്ന് കരുതാമോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാനിൽ ഏതാണ്ട് 1 ഡസനിലേറെ നേതാക്കളാണ് അവരുടെ പരമോന്നത നേതാവായിരുന്ന ഖമനേയി മുതൽ ലാരിജാനി വരെ, ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ട ലാരിജാനി വരെ ഏതാണ്ട് 1 ഡസനിലധികം നേതാക്കൾ കൊല്ലപ്പെടുന്നു. അവിടെ മുസ്തഫ ഖമനേയി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇറാൻ ഈ പോരാട്ടം നടത്തുന്നത്. മുസ്തഫയ്ക്ക് പരിക്കേറ്റു, മുസ്തഫ കൊല്ലപ്പെട്ടു എന്ന തരത്തിലൊക്കെ പല വാർത്തകൾ, പല വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇറാൻ്റെ
പോരാട്ടം തുടരുന്നു എന്ന് തന്നെയാണ് ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അവരുടെ ആഭ്യന്തരമന്ത്രി, അവരുടെ പ്രതിരോധ മന്ത്രി, അവരുടെ യുദ്ധകാര്യ വിദഗ്ധന്മാർ, അവരുടെ ഈ ന്യൂക്ലിയർ പവറിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന നേതാക്കൾ എല്ലാവരും കൊല്ലപ്പെടുന്നു. അവരുടെ പരമോന്നത നേതാവ് അടക്കം കൊല്ലപ്പെടുന്നു. പക്ഷേ ഇറാൻ ഒരിഞ്ച് പിന്നിലേക്ക് പോയില്ല എന്നതാണ് ഇവിടെ ഏറ്റവും സുപ്രധാനമായ കാര്യമായി നമ്മൾ കാണേണ്ടത്. പൂർണ്ണമായും കീഴടങ്ങുക, സമ്പൂർണ്ണ കീഴടങ്ങൽ എന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിന് വഴങ്ങാതെ ഇറാൻ ആക്രമിച്ചു എന്നത് മാത്രമല്ല, ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി എന്നത് മാത്രമല്ല, UK-യുടെയും അമേരിക്കയുടെയും ഒക്കെ സൈനിക താവളം ഏതാണ്ട് ഇറാനിൽ നിന്ന് 4000 കിലോമീറ്റർ അകലെയുള്ള കേന്ദ്രത്തിലേക്ക് മിസൈൽ അയക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ ആയുധശേഷി പ്രകടിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു. ഭൂഗർഭ അറകളിൽ ഇനിയും മിസൈലുകൾ അവശേഷിക്കുന്നു എന്ന വിവരങ്ങൾ. നഥാൻസ് ആണവ കേന്ദ്രം ആക്രമിച്ചതിന് പകരം അവർ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രം ആക്രമിക്കുന്ന നിലയിലേക്ക് അവിടെ മിസൈൽ അയക്കുന്നു. അങ്ങനെ പകരത്തിന് പകരം ഓരോ അടിക്കും തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ ഇതുവരെ മുന്നോട്ട് പോയത്. ഇപ്പോൾ 4 ആഴ്ചയാകുമ്പോൾ യുദ്ധം പരിപൂർണമായി വിജയത്തിലേക്ക് എത്തിക്കാൻ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിനായിട്ടില്ല. ഇറാൻ ഈ വെടിനിർത്തലിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ താൽക്കാലിക വെടിനിർത്തലിനോട് ആ തരത്തിൽ തന്നെ പ്രതികരിക്കുമോ, അല്ലെങ്കിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമോ, അയൽ രാജ്യങ്ങളെ, അതായത് അമേരിക്കയ്ക്ക് സഹായം നൽകുന്ന രാജ്യങ്ങളെ ആക്രമിക്കുക തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്, പലപ്പോഴായി സൗദിയെ ആക്രമിക്കുന്നു, UAE ആക്രമിക്കുന്നു, അവിടെ കുവൈറ്റിനെയും ഖത്തറിനെയും ഒമാനെയും ഒക്കെ തന്നെ ആക്രമിക്കുന്ന നിലയിലേക്ക് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നു. അവിടെ അതിനവർ കാരണമായി ചൂണ്ടിക്കാട്ടിയത് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങൾ ഒരുക്കി എന്നതാണ്. ബഹ്റൈൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക്, ആ തരത്തിൽ ജോർദാനിലേക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഖമനയി കൊല്ലപ്പെട്ട ശേഷവും ഇറാൻ അവരുടെ യുദ്ധവീര്യത്തിൽ നിന്ന് തെല്ലും പിറകോട്ട് പോയില്ല. ഖമനയി മാത്രമല്ല, ലാരിജാനി ഉൾപ്പെടെ ഏറ്റവും അവസാനം കൊല്ലപ്പെട്ട നേതാവ് അടക്കമുള്ള ഒരു 12 നേതാക്കളെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു ഡസനിലധികം നേതാക്കൾ കൊല്ലപ്പെട്ടിട്ട് പോലും ഇറാൻ പിന്നാക്കം പോയില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ലോകരാഷ്ട്രങ്ങളെ എല്ലാം തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ ഹോർമൂസിൽ ഇറാൻ നടത്തിയ ഇടപെടൽ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹോർമൂസ് വഴി മറ്റ് അറബ് രാജ്യങ്ങൾക്ക് എണ്ണ കൊണ്ടുപോകാനുള്ള അനുമതി നിഷേധിച്ചു എന്നത് മാത്രമല്ല, അവിടെ കപ്പലുകളെ കൂട്ടത്തോടെ ഇറാൻ തടഞ്ഞിട്ടു. ഇടയ്ക്ക് മാത്രമാണ് ഇന്ത്യയിലേക്ക് 2 കപ്പലുകൾ അയക്കുന്നത് അടക്കം, ആദ്യഘട്ടത്തിൽ അയക്കുന്നതടക്കം ചില ഇളവുകൾ ചില സുഹൃത്ത് രാജ്യങ്ങളോട് കാണിച്ചു എന്നതിനപ്പുറത്തേക്ക് അവിടെ ചുങ്കം പിരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇറാൻ മാറുന്നു. 18 കോടി രൂപ ചുങ്കം എന്ന നിലയിലേക്ക് തീരുമാനമെടുക്കുന്നു. അതൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. അമേരിക്ക കൈയൊഴിയുന്ന ഒരു സാഹചര്യം. ട്രംപ് ആദ്യം തന്നെ പറഞ്ഞത്, ആ ഭാഗത്തു കൂടി ഹോർമൂസ് വഴി കടന്നു പോകുന്ന കപ്പലുകൾ അവരുടെ സുരക്ഷ ആ രാജ്യങ്ങൾ ഉറപ്പാക്കണമെന്ന കാര്യം ട്രംപ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. പിന്നീട് 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ കനത്ത തിരിച്ചടി, ഊർജ്ജ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ, ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെല്ലാം തന്നെ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ആ സമയം തീർച്ചയായും ട്രംപ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഗൾഫിലെ ഉൾപ്പെടെ എല്ലാ ഊർജ്ജ മേഖലകളും ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കും എന്നതായിരുന്നു ഇറാൻ തിരിച്ചടിച്ചിരുന്നത്. ഹോർമൂസിൽ ചുങ്കം ഏർപ്പെടുത്താനും ഒപ്പം തന്നെ ഹോർമൂസ് പൂർണ്ണമായും അടയ്ക്കാനും ഒക്കെയുള്ള നീക്കങ്ങളും ഭീഷണികളും ഉണ്ടായിരുന്നു. ഒടുവിൽ ഞങ്ങൾ ശത്രുക്കൾക്ക് മാത്രമേ ഹോർമൂസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ഇറാൻ വ്യക്തമാക്കി. അതിന് പിന്നാലെ ടോൾ ഏർപ്പെടുത്തുന്നു. അവിടെ ഹോർമൂസിൽ ഇറാൻ പിടിമുറുക്കുമ്പോഴാണ് ഈ വെടിനിർത്തൽ ഉണ്ടാകുന്നത് എന്നത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.